കാര്യത്തിന് പുറത്തോട്ട് പോകണം, എന്നാൽ പോലും അവരുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാനുള്ള ആ ഒരു ഇതില്ല. അതായത് മൊത്തം അയാളുടെ കയ്യിലാണ് കൺട്രോൾ. നിങ്ങളെന്ന് പറയുന്നത് ഒരു റിമോട്ടിൽ ചലിപ്പിക്കുന്ന ഒരു പാവേനെ പോലത്തെ ആ ഒരു സംഭവമായിട്ട് മാറും. അങ്ങനെ അയാൾ നിങ്ങളെ മാറ്റും. പിന്നെ നിങ്ങളെ കൊണ്ടുള്ള ഉപകാരമുള്ളിടത്തോളം മതി അയാൾക്ക് നിങ്ങളൊന്ന് ഈ കൊടുക്കുന്ന ഈ ഉപകാരങ്ങളൊക്കെ നിർത്തി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തി നോക്കൂ. അപ്പോൾ ആ വ്യക്തി ഇപ്പം നമ്മൾ പറയുന്നല്ലോ പ്ലേറ്റ് മാറ്റി ചവിട്ടും. അതായത് പിന്നെ ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒഴിയാൻ ആ വ്യക്തി നോക്കും. ഓക്കെ, നിങ്ങളെ ഒത്തിരി അമിതമായിട്ട് കൺട്രോൾ ചെയ്യാനും അവർ ശ്രമിക്കും. അപ്പോൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ റിമോട്ട് ചലിപ്പിക്കുന്ന പാവയെ പോലെ പോകാൻ വേണ്ടി പോവും. ചിലവർ അതിനു വേണ്ടി ഫൈറ്റ് ഉണ്ടാക്കും. നിനക്ക് എന്നെ അമിതമായിട്ട് കൺട്രോൾ ചെയ്യരുതെന്ന് പറഞ്ഞ ചില വ്യക്തികളുണ്ടാവും. പക്ഷേ എത്ര തന്നെ നമ്മൾ അങ്ങോട്ട് ഡിഫെൻഡ് ചെയ്താലും ഈ വ്യക്തി നമ്മളെ കൺട്രോൾ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങളുടെ അകത്തുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി, അതായത് നമ്മൾ അറിയാതെ കുറെ ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ അകത്തുണ്ട്, കുറെ പേടികൾ നമ്മുടെ അകത്തുണ്ട്. ഈ പേടികളെയൊക്കെ ഈ വ്യക്തി വരുമ്പോൾ വലിച്ച് പുറത്തോട്ടിടും. ഓക്കെ, എന്നിട്ട് അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസിന്റെ ലിസ്റ്റുകൾ പറയാനേ പിന്നെ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയും വരാം. പിന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത്